ഹലോ ഡിയേഴ്സ്, എന്തിൻ്റെ വിശേഷം? എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണുന്നത് മുട്ട കൊണ്ട് കുറച്ച് ബേബി ഫുഡ് റെസിപ്പീസാണ്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യാം. ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ചൂസ് ചെയ്യാം. എന്നാൽ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന എല്ലാ എഗ് റെസിപ്പീസും തന്നെ വളരെ ബേസിക് ആയിട്ടുള്ള റെസിപ്പീസാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾ കുട്ടികൾക്കായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് പറയുന്നുണ്ട്. മാത്രമല്ല ഞങ്ങൾ ഈ ഓരോ റെസിപ്പീസും മോൾക്കായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എപ്പോഴാണ്, ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ മോൾക്ക് അത് ഇഷ്ടമായിരുന്നോ എന്നൊക്കെയുള്ള ഡീറ്റെയിൽസും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പ്ലീസ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്നാൽ നമുക്ക് ആദ്യത്തെ റെസിപ്പിയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ഞങ്ങൾ മോൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഹാർഡ് ബോയിൽഡ് ആയിട്ടുള്ള എഗ്സിൻ്റെ പ്യൂരിയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ മുട്ട പുഴുങ്ങിയെടുക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാതെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. നല്ല തിളച്ച വെള്ളത്തിൽ മുട്ട ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന മുട്ട ഓർഗാനിക് ഫ്രീ റേഞ്ച് എഗ്സ് ആണ്. നമുക്ക് ഏത് മുട്ടയാണ് ഏറ്റവും നല്ലത് എന്നൊക്കെയുള്ളത് ഓൾറെഡി നമ്മൾ മുട്ടേനെ കുറിച്ച് ചെയ്ത എപ്പിസോഡിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ ആ എപ്പിസോഡ് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാനിവിടെ കൊടുത്തേക്കാം. തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നന്നായിട്ട് നമുക്ക് അടച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം നന്നായിട്ട് വേവിച്ചിട്ട് മാത്രമേ നമുക്ക് മുട്ട കുട്ടികൾക്ക് ഈ ഒരു സ്റ്റേജിൽ കൊടുക്കാനായിട്ട് പാടുള്ളൂ. റണ്ണി യോഗ്സും സോഫ്റ്റ് ബോയിൽഡ് ആയിട്ടുള്ള എഗ്സും ഒന്നും പാടില്ല. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത ശേഷം നമുക്ക് ഈ മുട്ട ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത ശേഷം ഒരു മിക്സർ ജാറിലിട്ട് അല്പം വെള്ളമോ ബ്രസ്റ്റ് മിൽക്കോ ഫോർമുലയോ ഒഴിച്ച് നന്നായിട്ട് പ്യൂരി ചെയ്തെടുക്കാം. 1 വയസ്സിന് ശേഷമാണ് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വെള്ളത്തിനും ബ്രസ്റ്റ് മിൽക്കിനും ഒക്കെ പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പം പശുവിൻ പാലും ചേർത്ത് കൊടുക്കാം. വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി മതി. ആ ഒരു പ്യൂരി ഫോമിൽ എത്താൻ വേണ്ട പശുവിൻ പാല് മാത്രം മതിയാവും. അതുപോലെ തന്നെ ഞാൻ ആ എപ്പിസോഡിൽ തന്നെ പറഞ്ഞിരുന്നു, പലരും എഗ്ഗിൻ്റെ യോക്കാണ് ആദ്യം കൊടുക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് നിങ്ങളുടെ പീഡിയാട്രീഷ്യൻ പറയുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എഗ്ഗിൻ്റെ യോക്ക് മാത്രം എടുത്ത് പ്യൂരിയാക്കി കൊടുക്കുക. ഞാനിതിപ്പോൾ 1 വയസ്സ് കഴിഞ്ഞാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഞാൻ സെപ്പറേറ്റ് ചെയ്തിരുന്നില്ല. ഞാൻ കംപ്ലീറ്റ് എഗ്ഗിൻ്റെയും പ്യൂരി ആക്കി തന്നെയാണ് കൊടുത്തത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി മോൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഒട്ടും ഇഷ്ടമായില്ല. അപ്പോൾ ആകെ 1 സ്പൂൺ എങ്ങാണ്ടേ കഴിച്ചിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ അടുത്ത ദിവസം തൊട്ട് മറ്റ് 2 രീതിയിലാണ് മോൾക്ക് മുട്ട കൊടുത്തിട്ടുള്ളത്. ആ 2 രീതിയും മോൾക്ക് വളരെ ഇഷ്ടമായിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ ഇനി കാണാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഹാർഡ് ബോയിൽഡ് ആയിട്ടുള്ള എഗ്സ് പിന്നെ കൊടുത്തു തുടങ്ങിയത് ഏതാണ്ട് ഒരു 1.5-1.25 വയസ്സായപ്പോഴത്തേക്കും ആൾ നന്നായിട്ട് ഫുഡ്സൊക്കെ ചവച്ച് തുടങ്ങിയ ആ ഒരു പ്രായത്തിലാണ്. ഇതുപോലെ ജസ്റ്റ് മുട്ടയൊന്ന് പുഴുങ്ങി 2 പീസാക്കി കട്ട് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ പീസായിട്ട് എടുത്ത് കടിച്ച് കഴിച്ചോളും. അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഹാർഡ് ബോയിൽഡ് എഗ്സ് കൊടുക്കുന്നത്. ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മോൾക്ക് പിടിച്ച് കഴിക്കാനായിട്ട് വളരെ ഇഷ്ടമാണ്. ഇനി കാണാൻ പോകുന്നത് നമ്മളൊരു എഗ് സ്ക്രാമ്പിളിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ബോയിൽഡ് എഗ്ഗ് പ്യൂരിയാക്കി കൊടുത്ത് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു മോൾക്ക്. അപ്പോൾ അതിൻ്റെ അടുത്ത ദിവസം ഞാൻ ചെയ്ത റെസിപ്പിയാണിത്. ഇത് വളരെ ഇഷ്ടമായിരുന്നു. ഞാൻ ഉണ്ടാക്കിയ ആ കംപ്ലീറ്റ് ബൗളും മോള് തന്നെ ഫിനിഷ് ചെയ്തിരുന്നു. അപ്പോൾ വലിയ ഇഷ്ടമുള്ള ഒരു റെസിപ്പിയാണ് ഇത്. ഇപ്പോഴും ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വലിയ ഇഷ്ടത്തോടു കൂടി കഴിക്കുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ആദ്യമായിട്ടൊരു മുട്ട എടുത്ത് നമുക്കതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് എഗ്ഗ് യോക്കും വൈറ്റും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിക്കാം. ഇതിപ്പോൾ ഞാൻ എഗ് യോക്കും വൈറ്റും സെപ്പറേറ്റ് ചെയ്യാതെ തന്നെയാണ് ആ സമയത്ത് കൊടുത്തിരുന്നത്. എന്നിരുന്നാൽ പോലും നിങ്ങൾക്കിപ്പോൾ യോക്കിൻ്റെ മാത്രമായിട്ട് കൊടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഈ രീതിയിലൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്ത ശേഷം ആ യോക്ക് മാത്രം, അതായത് ആ മഞ്ഞ മാത്രം ബീറ്റ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ആ സെപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചെയ്തത്. നമുക്കിത് ഫുൾ എഗ്ഗ് തന്നെ ഇപ്പോൾ എടുത്ത് ചെയ്യാം. എന്നിട്ട് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 നുള്ളു ഉപ്പ് മതിയാവും. ഉപ്പ് ചേർക്കുന്നത് 1 വയസ്സിൽ കൂടുതലുള്ള കുട്ടികൾക്കാണെങ്കിൽ മാത്രം മതി. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 നുള്ളു കുരുമുളകിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അത് ഓപ്ഷണലാണ്, ചേർക്കണമെന്നില്ല. ചില കുട്ടികൾക്ക് എരിവ് കാരണം ചിലപ്പോൾ കഴിച്ചൊന്നും വരില്ല. അപ്പോൾ അത് ഓപ്ഷണലാണ്. കുട്ടികൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു തവ
ചൂടാക്കാനായിട്ട് സ്റ്റൗവിലേക്ക് വെക്കാം. ഇനി അതിലോട്ട് ഏതാണ്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കോക്കനട്ട് ഓയിലിന് പകരം വേണമെങ്കിൽ ബട്ടർ വേണമെങ്കിലും ഉപയോഗിക്കാം. ആ തവയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച മുട്ട ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് മാത്രം ഒന്ന് ഇതുപോലെ ഇളക്കി അതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. ഒരുപാട് അങ്ങ് ഫോഴ്സ് ഉപയോഗിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് വളരെ ചെറിയ പീസസ് ആയിട്ട് പോവും. അപ്പോൾ അതല്ല നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് വേണ്ടത് കുട്ടികൾക്ക് ഇങ്ങനെ ഫിംഗറിൽ എടുത്ത് സ്വന്തമായിട്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പീസസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ മാത്രം സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. പക്ഷേ എന്നാൽ ഓരോ പീസും നന്നായിട്ട് വേകണം എന്നുള്ളത് അത്യാവശ്യമാണ്. അപ്പോൾ കുറച്ച് സമയം എടുത്ത് തന്നെ ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇതൊരു സ്പൂണ് വെച്ച് വേണമെങ്കിൽ കൊടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് തന്നെ ഇതുപോലെ കൈകൊണ്ട് എടുത്ത് കഴിക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫിംഗർ ഫുഡ് റെസിപ്പിയാണ് കുട്ടികൾക്ക്. ഇനി അടുത്തത് നമ്മൾ കാണാൻ പോകുന്ന ഒരു ബേസിക് എഗ് ഓംലെറ്റ് തയ്യാറാക്കുന്നതാണ്. അപ്പോൾ ഇതും മോൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു റെസിപ്പി ആയിരുന്നു. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ആദ്യമായിട്ട് കൊടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ യോക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് ആ മഞ്ഞ മാത്രം ഉപയോഗിച്ചും ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാം. പക്ഷെ ഇപ്പോൾ ഞാനിത് രണ്ടും ഒരുമിച്ചാണ് ചെയ്യുന്നത്. ഇതിലോട്ട് ഞാനൊരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നേരത്തെ പറഞ്ഞ പോലെ 1 വയസ്സിൽ കൂടുതലുള്ള കുട്ടികൾക്കാണെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് ഒന്ന് ചെറുതായിട്ട് പതപ്പിച്ചെടുക്കാം. ആ പതപ്പിച്ചെടുക്കുമ്പോഴത്തേക്ക് നമ്മൾ മുട്ട ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അതിലേക്കായിട്ടാണ് നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്യുന്നത്. ഇനി ഒരു തവയിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. നേരത്തെയുള്ള റെസിപ്പിയിൽ പോലെ തന്നെ നിങ്ങൾക്ക് വെളിച്ചെണ്ണയ്ക്ക് പകരം വേണമെങ്കിൽ ബട്ടർ ആണെങ്കിലും ഉപയോഗിക്കാം. നന്നായിട്ട് തവയൊന്ന് ചൂടാകുമ്പോഴത്തേക്കും നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരുന്ന മുട്ട നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിന്ന് ചെറുതായിട്ട് അടച്ചു വയ്ക്കാം. ഏതാണ്ട് ഒരു 30 സെക്കൻഡ്സ് കഴിഞ്ഞ് തുറന്നു നോക്കുക. തുറന്നു നോക്കുമ്പോൾ ഏതാണ്ട് ഇതുപോലെ ഇരിക്കും. ഈ ഒരു സമയത്ത് നമുക്കിത് മറിച്ചിടാം. മറിച്ചിട്ട ശേഷം വീണ്ടും ഒരു 30 സെക്കൻഡ്സ് ടു 1 മിനിറ്റ് ഇത് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഞാനിതിപ്പോൾ യൂസ് ചെയ്യുന്ന അയൺ തവയാണ്. അപ്പോൾ നല്ല ചൂടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മറിച്ചിട്ട ശേഷം തീ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഉപയോഗിക്കുന്ന ചീനച്ചട്ടി അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. ഇത് അടച്ചു വെക്കുന്നത് നന്നായിട്ട് ഇത് പൊങ്ങി നല്ല സോഫ്റ്റായിട്ട് വരും. ഇതിലേക്കായിട്ടാണ് കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. അപ്പോൾ ഇതിനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ഒരു റെസിപ്പിയും മോൾക്ക് വളരെ ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇപ്പോഴും ഹാർഡ് ബോയിൽഡ് എഗ്സ് ആയാലും സ്ക്രാമ്പിൾ ആയാലും ഓംലെറ്റ് ആയാലും ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് മോൾക്ക് ഇഷ്ടം. ഒരിക്കലും ഉള്ളിയും മറ്റ് സാധനങ്ങളൊന്നും തന്നെ ഇതിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആൾ കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ വളരെ പ്ലെയിൻ ആയിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ മുട്ട കൊണ്ട് ഈ ബേസിക് റെസിപ്പീസാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത്. ഇനി മുട്ട ഉപയോഗിച്ചുള്ള വൺ ഓഫ് ദ മോളുടെ ഫേവററ്റ് റെസിപ്പീസ് എന്ന് പറയുന്നത് പാൻ കേക്ക്സ് ആണ്. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ബൈ.